ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. ഓക്കെ, നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൽ ഈ ഷെയറിറക്കിയിട്ട് നമ്മളെ വീടുകളൊക്കെ പൊടിയായിട്ട് പണിതിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ വില്ലേജസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ല ഇന്നലെ നല്ലോണം ഞാൻ കളിക്കുമെന്ന്. സോ ഇന്നലെ ഫസ്റ്റ് വീഡിയോ കൊണ്ട് ചെറുതായിട്ട് ഇട്ടേ. സോ ഇന്നലെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു അയൺ ഫാം ഉണ്ടാക്കി, ഒരു വീടും ഉണ്ടാക്കി. നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കി നമുക്ക് പറ്റുന്ന റിസോഴ്സസ് വെച്ചൊരു വീട് എന്ന് വെച്ചാൽ വിത്ത് കോബിൾ സ്റ്റോണും മറ്റേ വുഡും മിക്സഡ് ആയിട്ടുള്ള ഒരു വീട് നമ്മളെ പറ്റുന്ന. പിന്നെ ഗ്ലാസ് പ്ലെയിൻസ് അതൊക്കെ നമുക്ക് പറ്റുന്ന ഒരു ഇതായതുകൊണ്ട് നമ്മളത് കളക്ട് ചെയ്തു. അത് കാരണം നമുക്കിപ്പോൾ നല്ലോണം അയൺ കിട്ടുന്നുണ്ട്. അത് കാരണം നമ്മൾ ഫുൾ അയൺ ആർമറായി. ഷീൽഡ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു, അതിപ്പോഴാണ് ആലോചിക്കണം. നമുക്ക് ഷീൽഡൊന്നും ഉണ്ടാക്കണം. സോ നമുക്ക് ഇനി അടുത്തൊരു ബിൽഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ഫിഷർമാൻ ടീമിലാണ്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇച്ചിരി സൈഡിൽ ബാക്ക് മാറി അവിടെ ഒരു ചെറിയൊരു റിവർ പോലത്തെ സൈഡുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ വെച്ച് കുറച്ച് പരിപാടികളുണ്ട്. സോ കുറച്ച് പരിപാടിയുണ്ട്, നമ്മളത് ഉണ്ടാക്കണം. സോ നമുക്ക് റെഡിയാക്കാം, എല്ലാം റെഡിയാക്കാം. ഒരു ഫിഷർമാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫിഷർമാൻ ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ട് വെക്കില്ലേ, ആ ഒരു തീം ചൂണ്ടയിട്ടുകൊണ്ട് മീനെ പിടിക്കാൻ നിൽക്കുന്നു. രണ്ടുപേര് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നു. അപ്പോൾ കുറച്ച് എനിക്ക് കിട്ടി. കുറച്ച് പ്ലെയേഴ്സിൻ്റെ ഹെഡ് ഞാൻ എടുത്ത് വെച്ചു. നമുക്ക് ഇതാണ് എൻ്റെ വീട്. ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കുറേ നേരം കൊണ്ട് എൻ്റെ ആക്സിഡൻറ്റ് തീരാറായി. 3 പിക്കാക്സാണ് പൊട്ടി. അതിൻ്റെ മൂന്നാമത്തെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? ഇതിലൊക്കെ കാർപ്പറ്റൊക്കെ വിരിച്ച്, ഇവിടെയൊക്കെ കാർപ്പറ്റൊക്കെ വിരിച്ച് ഞാൻ വേണമെങ്കിൽ ഞാൻ ഷെയർഡ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു ഫോണാണെങ്കിൽ സപ്പോർട്ടാകുന്നൊരു നല്ലൊരു ഷെയർഡറാണ്. ഷെയർഡറിൻ്റെ പേരെന്ന് വെച്ചാൽ RG ഷെയർഡർ എന്നാണ്. ഞാൻ ഷെയർഡറിൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ഇല്ല, ലിങ്ക് ഞാൻ കൊടുക്കാം. ലിങ്ക് കൊടുത്തിട്ട് ഞങ്ങൾ കോപ്പിറൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വീട്. നല്ല രസമില്ലേ? നമ്മൾ അത്യാവശ്യം കുറേ നേരം എടുത്ത് പണിതാണ്. നമ്മൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ റെഡിയാക്കുന്നത് കുറച്ച് മെറ്റീരിയൽസ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. സോ അത് ഞാൻ വീടിൻ്റെ അവസാനം കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ബിൽഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കുറച്ച് അത്യാവശ്യം ഇതുണ്ട്. സോ നമുക്ക് ഹെഡ് വേണം. സോ ഹെഡ് നമ്മളെങ്ങനെ ഒപ്പിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഞാനെങ്ങനെ നമുക്ക് കാര്യം ചെയ്യാം. എങ്ങനെയെങ്കിലും ഇവിടെ സോംബിയുടെ ഡൈ നമുക്കൊരു പിഗ്ലിൻ ബ്രൂട്ടില്ല, അങ്ങനത്തെ എല്ലാവരെയും നമുക്ക് ഒപ്പിക്കാം. അതിന് മുമ്പ് നമ്മുടെ സ്റ്റോറിയൊക്കെ അതിനകത്തൊക്കെ ഇറങ്ങുന്നത് അത് ഇങ്ങനെയുണ്ട്. നമ്മുടെ വീട് ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. അടിവശം കാണിച്ചില്ല എനിക്ക് ഇറങ്ങട്ടെ. അപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് ഞാൻ ഒരു സെറ്റ് സാരി കാണിച്ചു. സെറ്റ് എണീച്ചിട്ട് സണ്ണിങ്ങനെ പൊങ്ങിയൊക്കെ തീമുണ്ടാകും. ഇവിടെ ഒരു ബാൽക്കണി പോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ അഫോർഡായിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അഫോർഡായിട്ട് നമ്മൾ സെറ്റാക്കിയത് കണ്ടതൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്താണ്. ഇതൊക്കെ ഉണ്ടാവും നമ്മളെ ഫുള്ള് ലോക്സൊക്കെ ആയിട്ട്. മുമ്പ് അടുത്ത് നമ്മൾ ചത്ത് വീഴാം. ഓക്കെ നമ്മളിനി ഞാൻ പറഞ്ഞില്ല അയൺ ഫാം മതി. ഞാൻ ഇവിടെ നിന്ന് കുറേ നേരം വർക്ക് ചെയ്ത് എന്നിട്ട് കുറച്ചേരം ഞാൻ ഇത് മാത്രം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുള്ളൂ. ഇത് പാച്ചിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പാച്ച് ചെയ്ത് പിന്നെ അവിടെയൊക്കെ കുറച്ച് പണിയൊക്കെ എടുത്തു. ഇത് അത്യാവശ്യം ഇതിനകത്ത് ഇത്രയും ഇരി പകുതിയോളം പുഴയായിരുന്നു. അതൊക്കെ ഞാൻ അടച്ചത് ഗോളം വേണ്ട അടിയിലുണ്ടോ ഇത്രയും ആയിട്ടുണ്ട്. ഈ പൂച്ച അടക്കം കാരണം നമുക്ക് ഈ അയൺ ഗോളം അങ്ങ് വന്നില്ല. അപ്പോൾ ഒന്നുകൂടി അടിക്കണം. ചാവ് ചത്ത കാരണം നമുക്ക് അങ്ങനെ അയൺ കിട്ടി തുടങ്ങി. ഇവിടെ ഇങ്ങനെ ചുമ്മാ അടിച്ചെടുക്കട്ടെ. ചുമ്മാ അടിച്ച് കൊള്ളണ്ടാവും ആർക്കട്ടെ. ഓക്കെ, നമുക്കിത് നമ്മുടെ മുകളിലോട്ട് കയറി പോവാം. ഓക്കെ നമ്മൾ മുകളിലെത്തിയിട്ട് ഇപ്പം മുകളിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വിളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ പൊട്ടറ്റോസ് ഒക്കെ നട്ട് വിളവൊക്കെ എടുത്തു. ഇതിൻ്റെ അടിയിൽ ഞാൻ കാണിച്ചതില്ലല്ലോ, സോറി. നമ്മുടെ അടിയിൽ കാപ്പിട്ടിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ കാലിൽ ചെറിയ കഴിയുള്ളൂ. ഇങ്ങനെ തുടയ്ക്കുക, കയറി വരിക. ഒരു ഫുൾ സ്റ്റോറേജ് സിസ്റ്റം, ആൻവിൽ, പിന്നെ നമ്മുടെ ഗ്രൈൻഡ് സ്റ്റോൺ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സ്മിത്തിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇത് നല്ലൊരു തീമായി. ഇവിടെ എനിക്കങ്ങനെ ഇങ്ങനെ എന്തായിരുന്നു ഇങ്ങനെ സ്റ്റോറായിട്ട് വെക്കാൻ ഇഷ്ടമില്ല. ഞാൻ ഈ 4 സാപ്ലിങ് ഒപ്പിച്ചത്. ഓക്കെ, അങ്ങനെ സ്റ്റോറായിട്ടല്ല അങ്ങനെ ഇഷ്ടമില്ല. സോ അത് കാരണം ഞാൻ അലഗുരുദ്ധ ഇതായിട്ട് ഇവിടെ ഒരു മൈനിങ് സ്പോട്ട് പോലെ വേണം. ഇതുവഴി ഇവിടെ മൈനിങ് സ്പോട്ട് ആയിരുന്നു. സോ നമുക്കത് റെഡി ആക്കണം. അങ്ങനെ ഉണ്ട്, അത് നമ്മൾ യൂട്യൂബിൽ കാണാൻ അങ്ങനെ ഉണ്ട് സംഭവം. പക്ഷെ ഞാൻ ചെയ്തില്ല. അതെൻ്റെ ഒരു മണ്ടത്തിലൊക്കെ
അത് നിങ്ങൾ നോക്കണ്ട. സോ ഇനി ഞാൻ വേറെ അടുത്ത് റെഡിയാക്കാം. ഞാൻ കുറേ ഹോപ്പറൊക്കെ കളക്ട് ചെയ്യാൻ പോയി. ഇവിടെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒരു മോക്ക് ഫാമിൻ്റെ കുറവുണ്ടോ ഇല്ലയോ. ഉണ്ട്. ഉണ്ടാക്കാം അതേ വേണ്ടി ഉണ്ടാക്കാം. ഓക്കെ, ഇത് ഇവിടെ കാണാം. നല്ലൊരു എഫിഷ്യൻ്റ്. അടുത്തേക്കൂടെ പോയവരെ കത്തി പിടിക്കും. അയ്യോ ചുമ്മാ പറഞ്ഞേ. അയ്യോ വെള്ളം ചുമ്മാ പറഞ്ഞേ. കത്തി പിടിച്ചേക്കാൻ അമ്പിടി. ഞാൻ ബ്രീഡർ ഉണ്ടാക്കിയില്ല, അതിനൊക്കെ കുറച്ച് പരിപാടികളുണ്ട്. സോ ബ്രീഡർ റെഡിയാക്കിയിട്ടുള്ള ഇത് കാണാൻ കൊള്ളില്ല. കൂടുതൽ സമത്രം അടിക്കില്ലേ, മറ്റേത് ഒരു ഭയങ്കര വരും. നമുക്കിത് കയ്യുന്നു. ഓക്കെ, എല്ലായിടത്തും നമുക്ക് സ്പീയറൊക്കെ ഉണ്ട്. ഞാൻ ഈ എപ്പിസോഡൊന്നും വലുതായിട്ട് ആക്കാനില്ല. ഞാനൊരു 3 എപ്പിസോഡ് കഴിയുമ്പോൾ അത് വലിയ എപ്പിസോഡാക്കും. സോ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് ഇതിനുള്ളൊരു കാര്യം, നമ്മുടെ ഡിസ്പ്ലേ പൊട്ടിയിരിക്കുകയാണ്. അത് കാരണം നമുക്ക് മര്യാദയ്ക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. സോ കാര്യമില്ല, നമ്മൾ വീഡിയോസ് എടുക്കും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ പറ്റുവാണെങ്കിൽ ഒരു ദിവസം നമ്മളെ ഹാൻഡ് ക്യാമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെളിയിലിങ്ങനെ ഫോം വെച്ചിട്ട് എടുക്കില്ല, അതൊക്കെ നമുക്ക് നോക്കാം. സോ ഇത് ഇത്ര ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, അടിയിലേക്ക് ഒരു കുഴി പോലെ ഉണ്ട്. ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നു ഈ സാധനം. സോ ഏകദേശം ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇവിടം വരെ ഒരു വലിയ ഇതായിരുന്നു. എന്നിട്ട് കുറേ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ഡേട്ട് ആയിരുന്നു. ഇത്രയും വരെ ഡേട്ട് ഉണ്ടായിരുന്നു. ഈ റബ്ബറിരിക്കണം. ഇതൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് മാറ്റി അവിടെ വെച്ച് 10-20 ശവലൊക്കെ പൊട്ടി രണ്ടാമതുണ്ടാക്കിയത് അവിടെ ഇരിപ്പുണ്ട്. സോ ഇനിയും കളക്ട് ചെയ്യാനുണ്ട്. കളക്ട് ചെയ്തിട്ട് മൊത്തം ഞാൻ കാണിച്ചത് ഇതിനകത്തുള്ളത്. കളക്ട് ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്യണം. എനിക്കിപ്പോൾ ചെയ്യാൻ മടിയാണ്. ഞാൻ ഓഫ് ക്യാമറയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ബാക്കിയുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിഷർമാൻ തീം എന്നാന്ന് വെച്ചാൽ വേണ്ട, അത് കണ്ടന്റ് ഞാൻ പറയാനുള്ള വേണ്ട തീം തന്നെ ഞാൻ പറഞ്ഞു. തീ പറയും. നമുക്കൊന്ന് വില്ലേജ് വരെ പോയിട്ട് വരാം. ആൾക്കാർ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് പ്ലേയുടെ 3ാമത്തെ എപ്പിസോഡ് ഓരോ ദിവസം ഇറക്കൂട്ടെ ഞാനിങ്ങനെ എപ്പിസോഡ്സ്. സോ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇനി അവിടെ ചെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മുടെ ഷെയ്ഡറൊക്കെ ഇങ്ങനെ പൊളിയല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആപ്പ് ഏതാണ്. ആ ആപ്പിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ ഷേഡേഴ്സ് ഫോർ മൈൻക്രാഫ്റ്റ് എന്ന് പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ കിട്ടും. ഒരു നല്ല ഫസ്റ്റ് ആണ് ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു തടിയുടെ ഇതുണ്ടാവും. എന്നിട്ട് 3 കളർ പോലെ ഒരു നീല, ഓറഞ്ച് അങ്ങനെയൊക്കെ ഉള്ളത്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് RG ഷേഡർ എന്ന് അടിക്കുക. അതിൽ കുറച്ച് താഴോട്ട് പോകുമ്പോൾ RG ഷേഡർ എന്ന് കാണും. ഇതുപോലത്തെ ഇങ്ങനെ സൂര്യൻ്റെ ഇടയ്ക്ക് ഒരു മരമൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ളത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോ എൻഡ് ഡിവൈസിന് വേണ്ടിയാണ്. എൻ്റെ ഡിവൈസ് ഭയങ്കര കുറവാണ്. 4GB റാമാണ്. എന്നിട്ടും നല്ല സെറ്റായിട്ട് ഓടുന്നുണ്ട്. ഒരു വിഷയമില്ലാണ്ട് ഓടേണ്ടതാണ്. നല്ല പൊളിയാണ്. ഹലോ, എന്തൊക്കെയുണ്ട് പരിപാടി? ഹലോ, എന്താണ് ബ്രോ? 32 ഓട്ടം പക്ഷെ ഇവിടെ തുറന്നു തരൂലേ? നീ ഒറ്റ മിനിറ്റ് മോനെ, നിങ്ങളുടെ കുഴി കിടക്കും. ഒരു 5 മിനിറ്റത്തേക്ക് ഞാൻ ഒന്ന് എൻ്റെ ആൾക്കാരെ വെച്ചിട്ട് പോരാട്ടോ. ഇവിടെ കിടക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവനെ ആവശ്യമുണ്ട്. ഈ അടിയിലുള്ള ഒറ്റ ബോട്ടിൽ സ്പോണാവൂല എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇനി ആരും വരില്ല പക്ഷെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ ഞാൻ അത്രയും പിടിച്ചുകൊണ്ടിട്ട് ഇവിടെ ഒരു ബാധ പോലെ നടക്കുള്ളൂ ദേവിയെ. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിച്ചതാണ് അയൺ ഫാം. എഫിഷ്യൻ്റ് ആണ് നല്ലോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ചിലപ്പോൾ ഒരു 5 എപ്പിസോഡ് ആകുമ്പോൾ നമ്മൾ ഡയമണ്ട് ആർമർ റെഡിയാക്കും. പിന്നെ ഒരു ട്രേഡിങ് ഹാള്. അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ ട്രേഡിങ് ഹാൾ ബ്രീഡർ ആയിരിക്കും. ചിലപ്പോൾ കഴിയില്ലാട്ടോ. ഞാൻ വാക്കെന്നില്ല പറഞ്ഞു നിങ്ങൾ വേണ്ട വാക്ക് തന്നില്ല ആകും. ചിലപ്പോൾ ബ്രീഡറാവും. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്നിട്ട് മൂന്നാമത്തെ എപ്പിസോഡ് ചിലപ്പോൾ ബ്രീഡർ. 4ാമത്തെ എപ്പിസോഡിൽ ചിലപ്പോൾ മറ്റേതായിരിക്കും, ട്രേഡിങ് ഹാളായിരിക്കും. 5ാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടണേ. ഞാൻ ഷീൽഡ് ഉണ്ടാക്കാനായിരുന്നു നടക്കണം. എൻ്റെ ഷീൽഡും ഉണ്ടാക്കാനുണ്ട്. ചുമ്മാ ജില്ലക്കം ഇതിങ്ങനെ മുറിച്ചെടുക്കാം. പാവം മരം. ഇന്നിൻ്റെ അവസാനത്തെ ദിവസം ഞാൻ നിനക്കില്ല. ഇനി നമുക്ക് നേരെ പോവാം. ഓക്കെ,
നമുക്ക് ഷീൽഡും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്താം. കാര്യം വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ടൈം അനുസരിച്ച് വരെ നിങ്ങളിരുന്ന് കണ്ടോ. സോ ഞാൻ എന്തായാലും ബ്രീഡർ ഞാനൊക്കെ സെറ്റാക്കും. ഓഫ് ക്യാമറയിലായിരിക്കും ചിലപ്പോൾ ഓഫ് ക്യാമറ റെഡിയാക്കും, ചിലപ്പോൾ ഓൺ ക്യാമറയിൽ ഞാൻ റെഡിയാക്കും. എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ചിലപ്പോൾ എപ്പോഴാണ് ഇത് റെഡിയാക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല. ചിലപ്പോൾ ഓഫ് ക്യാമറ റെഡിയാക്കും, ചിലപ്പോൾ ഓൺ ക്യാമറ എന്തൊക്കെ വിളിച്ചാൽ ഓഫ് ക്യാമറ എടുക്കാൻ ചിലപ്പോൾ അല്ലെങ്കിൽ റെഡിയാക്കും. നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കി നമ്മുടെ എപ്പിസോഡ് ഒന്ന് നിർത്താം. സോ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു തരാനാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളൊക്കെ എടുത്തത്. ഷീൽഡ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ കളിക്കണമെന്നുണ്ടോ? അതിന് വേണ്ടി ആപ്പ് ഇട്ടിട്ട് നമ്മുടെ ഫോൾഡ് ക്രാഫ്റ്റ് ലോഞ്ചർ അതെടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ കാണിച്ചു തരാൻ പറ്റില്ല, കാര്യം എൻ്റെ റെക്കോർഡ് അങ്ങനെ വരില്ല. സോ അതെടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഫോൾഡ് ക്രാഫ്റ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന വെർഷൻ 1. ഫോൾഡ് ക്രാഫ്റ്റ് അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇല്ല ഗൈസ്. നമ്മൾ ലിറ്ററലി എടുക്കേണ്ടത് നമ്മുടെ ഇതിൽ നിന്നാണ്, നമ്മുടെ ക്രോമിൽ നിന്നാണ് കിട്ടും. എന്നിട്ട് ഫോൾഡ് ക്രാഫ്റ്റ് എടുത്തിട്ട് നമ്മൾ 1.21.11 എടുക്കണം. 11 എടുക്കണം. അല്ലെങ്കിൽ മറ്റിത് വരും നല്ല ഷെയർ ഞാൻ പറയാനുണ്ട്. അല്ലെങ്കിൽ ബഗ്സ് ഉണ്ടാവും, കുറേ ബഗ് വരും. അതാണ് പറയണേ. ലേറ്റസ്റ്റ് വെർഷൻ ഒരിക്കലും എടുക്കരുത്. എന്നിട്ട് നിങ്ങൾ ഫാബ്രിക് എടുക്കുക, ഫാബ്രിക് ഡൗൺലോഡ് ചെയ്യുക. ഫാബ്രിക് ലേറ്റസ്റ്റ് വെർഷൻ തന്നെ എടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് അടിക്കുക. ഫാബ്രിക് ഡൗൺലോഡ് അടിച്ച ശേഷം കുറേ ഇങ്ങനെ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ലോഞ്ച് ഗെയിം വേണം. അത് ലോഞ്ച് ചെയ്യുക. പക്ഷേ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൗസ് എന്ന് പറഞ്ഞാലുണ്ട്. ഫോൾഡ് ക്രാഫ്റ്റിൻ്റെ ഒരു മറ്റേ എൻചാൻറ്റബിൾ ആണ്. നടുക്ക് ഇങ്ങനെ ഇവിടെ ഒരു സാധനത്തിൽ കാണിക്കും. നമ്മുടെ സ്ക്രീനിൻ്റെ നടുക്ക് പ്ലസ് മൂഡ് കണ്ടോ നിങ്ങൾ? അവിടെ ആ സാധനം കാണിക്കും. അതേ കുറിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ഇൻ്റർഫേസ് കുറച്ച് അടി പോകുമ്പോൾ ഷോ FPS കാണിക്കും. അത് പിടിച്ച് നോക്കിയാൽ FPS കാണിക്കും. എന്നിട്ട് കുറച്ച് അടിയിലോട്ട് പോകുമ്പോൾ മൗസ് ക്ലിക്ക് കാണിക്കും. ക്ലിക്ക് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ പിടിച്ച് ഞെക്കിയെന്ന് വിചാരിച്ചോ, ഈ സൈഡിൽ പിടിച്ച് ഞെക്കിയെന്ന് വിചാരിച്ചു. ഇവിടെ ആയിട്ട് ഈ പ്ലസിൻ്റെ കൂടെ പിടിച്ച് നോക്കിയാൽ ഇവിടെ വരും മൗസ്. അങ്ങനെയാണ്. അതായത് സൈഡ് കൊടുത്താൽ നമ്മൾ ഇവിടെ പിടിച്ച് ഈ സൈഡിലൊക്കെ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വരും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ മൗസിൻ്റെ സൈസ് വേണമെങ്കിൽ കുറയ്ക്കാൻ. ഏകദേശം ഞാൻ ഇട്ടാണ് ഒരു 6 സൈസ്, എന്ന് വെച്ചാൽ ഒരു PC-യുടെ ലുക്കിന് വേണ്ടി അങ്ങനെ. സോ അതിനകത്ത് നിങ്ങൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് മാക്സിമം കൊടുക്കാണ്ടിരിക്കുക. കാര്യം ഞാൻ പറയണേ, ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് അവർ വെരിഫൈ ചെയ്ത ഒരു ആപ്പല്ല. മാക്സിമം ഓഫ്ലൈൻ അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയോട് പറയാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ സുഹൃത്തുക്കളും ബൈ.